അതാണ്. അപ്പൊ INSD നെയിം ബോർഡ് എങ്ങനെ ഫുള്ളി റെഡി ആക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ പകൽ സമയത്ത് ഇങ്ങനെ ഇരിക്കുകയും പിന്നെ അതുപോലെ തന്നെ രാത്രി സമയത്ത് ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് കൂടിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ ലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങളുടെ പേരും ഇതുപോലെ തന്നെ ചെയ്യാന്നുള്ളൂ. സിമ്പിൾ സ്റ്റെപ്പാണ്. ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു സംഭവമാണ്. സ്റ്റെപ്സ് ഒക്കെ മര്യാദയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി. സോ ഗൈസ്, ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ യൂട്യൂബ് ഓപ്പൺ യൂട്യൂബ് ഓപ്പൺ ആക്കിയതിനു ശേഷം നമുക്ക് ജസ്റ്റ് ഇവിടെ പോയിട്ട് നമുക്ക് ബെസ്റ്റ് സെർച്ചിൽ പോയിട്ട് നമുക്ക് ബെസ്റ്റ് ലിങ്കിങ് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടസ്ക്രൈന്റെ 45 സീറ്ററിന്റെ വേരിയന്റ് ആണ് ഇപ്പൊ കിടക്കുന്നത്. സോ ഞാൻ ജസ്റ്റ് അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലിങ്കുകൾ കാണാൻ കിടക്കും. പിന്നെ അത് ജസ്റ്റ് സെഡസ്ട്ര ബാക്ക് ഐലിവറി ഉണ്ട്, അതുപോലെ തന്നെ INSD നെയിം ബോർഡ് ഐലിവറി ഉണ്ട്. സോ ഐലിവറി വേണമെങ്കിൽ നമ്മൾ ഈ ഒരു ഐലിവറി എന്ന് പറഞ്ഞിട്ട് ലിങ്ക് വേണം ണ്ടത്. സോ ജസ്റ്റ് നെക്കി നമുക്കപ്പോൾ ക്രോമിൽ തന്നെ ഓപ്പൺ ആയിക്കോളും. ഇവിടെ ഷെയർ സൈറ്റ് വന്നു. ഇവിടെ നമുക്ക് 5 സെക്കൻഡിന് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് വെക്കാം. വേറെ സൈറ്റിലോട്ടേക്കും പോണ നമ്മളപ്പോൾ ബാക്ക് വരാം. വീണ്ടും നമ്മൾ ഡൗൺലോഡ് വെക്കാം. അപ്പോൾ അടുത്ത സൈറ്റിൽ പോകും. നമ്മളപ്പോൾ ബാക്ക് വരാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡൗൺലോഡ് ചെയ്ക്കുമ്പോൾ വീണ്ടും വേറൊരു സൈറ്റിൽ പോകും. പക്ഷെ എന്നോടൊപ്പം തന്നെ ചിലപ്പോൾ ഡൗൺലോഡായി വരും. എൻ്റെ ഓൾറെഡി കിടക്കണ കാരണമാണ് ഡൗൺലോഡ് ഫയലൊക്കെ എന്ന് കാണിക്കുന്നത്. ഞാൻ വീണ്ടും ഡൗൺലോഡ് ചെയ്യണില്ല, ഇത് ഓൾറെഡി കിടക്കണ കാരണം. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവുന്നത്. ഇനി നമുക്ക് വേണ്ട ഒരു ആപ്ലിക്കേഷൻ ആണ് പിക്സൽ ലാബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. പിക്സൽ ലാബ് ആപ്ലിക്കേഷനിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. സോ അതിനായിട്ട് പിക്സൽ ലാബ് ഡൗൺലോഡ് ചെയ്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പോയി ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡിന് ശേഷം അത് ഓപ്പൺ ആക്കാം. പിക്സൽ ലാബ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആക്കി നിങ്ങൾക്ക് വരാം. ഈ ഒരു ടെക്സ്റ്റും കാര്യങ്ങളും വരും, അതുപോലെ തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും വരും. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് മാറ്റി കൊടുക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഇനി അത് നിങ്ങളുടെ പേര് ഇമേജ് അല്ല, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പെൻസിൽ ഐക്കൺ വെക്കുക. ആദ്യത്തെ ഐക്കൺ വെക്കുക. ഇവിടെ നമ്മളെ നെയ്വ് ടെക്സ്റ്റ് മാറ്റി കളഞ്ഞിട്ട് നമ്മുടെ പേര് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. ബസ്സിന്റെ പേര് എന്ന് വെച്ചാൽ ലെക്സസ് എന്നാണ്. ഞാൻ ജസ്റ്റ് ലെക്സസ് എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ലെക്സസ് ഓക്കെ ആണ്. ഇവിടെ നമ്മുടെ ഈ ഒരു പേര്. ഇനി ഇതിന്റെ ഫോണ്ട് മാറ്റണമെങ്കിൽ ഈ ഒരു പുറത്താണ് ഐക്കണിൽ നിൽക്കിയിട്ട് ഇവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫോണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ തന്നെ നിൽക്കിയിട്ട് നമുക്ക്